ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയർ ഭാഗത്തിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ ഫിസിക്സിലും അതുപോലെ തന്നെ കെമിസ്ട്രിയിലും നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞരെക്കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷനുകളെ കുറിച്ചും എല്ലാം ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൊബേൽ പ്രൈസ് ഇൻ ഫിസിയോളജി അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിലെ നൊബേൽ ലഭിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേരി ഇ ബ്രുൻകോവ് എന്നാണ് അവരുടെ ആദ്യത്തെ 3 പേര് ചേർന്നിട്ടാണ് ഈ ഒരു പുരസ്കാരം പങ്കിട്ടിട്ടുള്ളത്. ആദ്യത്തെ ആളാണ് മേരി ഇ ബ്രുൻകോവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആൾ ഫ്രെഡ് റാംസ്ഡൽ, മൂന്നാമത്തെ ആൾ ഷിമോൺ സഖാകുച്ചി. അങ്ങനെ 3 പേരാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പങ്കിട്ടിരിക്കുന്നത്. മേരി ഇ ബ്രുൻകോവ്, ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൺ സഖാകുച്ചി എന്ന് പറഞ്ഞിട്ടുള്ള 3 ശാസ്ത്രജ്ഞന്മാർ. എന്തായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻ? ഫോർ ദെയർ ഡിസ്കവറീസ് കൺസേണിങ് പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ്. എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, ഇവരുടെ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം, വിഷയം ഓർത്ത് വെക്കണം, എന്തായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. കെമിസ്ട്രിയിലത്തെ നമ്മൾ പറഞ്ഞു, മോളിക്കുലാർ ഫ്രെയിം വർക്ക് തയ്യാറാക്കിയതിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കെമിസ്ട്രിയിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇവിടെ മെഡിസിനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കൺസേണിങ് ഫോർ ദെയർ ഡിസ്കവറീസ് കൺസേണിങ് പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ്. അപ്പോൾ അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വാക്കാണ്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് എന്തുണ്ട്, ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, ഒരു പ്രതിരോധ സംവിധാനമുണ്ട്. എന്താണ് ഈ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു അണുവോ അല്ലെങ്കിൽ ഒരു രോഗാണുവോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയാണെങ്കിൽ അവയെ പ്രതിരോധിച്ച് നമ്മളെ അസുഖങ്ങളിൽ നിന്നും ബാക്കിയുള്ള പ്രശ്നങ്ങളിൽ നിന്നും എല്ലാം രക്ഷിക്കുക എന്നുള്ളതാണ് ശരീരത്തിൻ്റെ ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ പക്ഷേ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു കോശത്തിനെയാണ് ഈ പ്രതിരോധ സംവിധാനം ആക്രമിക്കുന്നുണ്ടെങ്കിലോ നമുക്ക് അത് കാരണം തന്നെ എന്ത് വരും, പ്രശ്നങ്ങൾ വരും അല്ലേ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലത്തെ ഒരു സെല്ലിനെ ഈ പ്രതിരോധ സംവിധാനം എന്ത് ചെയ്യണം, അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ സെല്ല് അവിടെ നശിച്ചു പോകും. അപ്പോൾ നമ്മുടെ ബോഡിയാണ് എന്താവുന്നത്, അവിടെ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. സിംപ്ലി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റം സ്വന്തം ശരീരകലകളെ എന്ന് വെച്ചാൽ ടിഷ്യൂകളെ ആക്രമിക്കാൻ സാധ്യതയുള്ള സെൽഫ് റിയാക്റ്റീവ് സെൽസുകളെ പ്രതിരോധിക്കുകയും അതുവഴി ഇമ്മ്യൂൺ ബാലൻസ് നിലനിർത്തുകയും ചെയ്യുന്ന പ്രവർത്തന രീതിയാണിത്. അപ്പോൾ ഈ പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ സ്വന്തം ടിഷ്യൂസിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള സെൽഫ് റിയാക്റ്റീവ് സെല്ലുകളെ എന്ത് ചെയ്യുകയാണ്, പ്രിവെൻറ്റ് ചെയ്യുകയാണ്, അവയെ പ്രതിരോധിക്കുകയാണ് ആര്, ഇമ്മ്യൂൺ സിസ്റ്റം. അതുവഴി ഇമ്മ്യൂണൽ ബാലൻസ് എന്ത് ചെയ്യുന്നു, നിലനിർത്തുന്നു. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ആളുകളെ മാത്രം എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യുകയും നമ്മുടെ സ്വന്തം ടിഷ്യൂസിനെ അറ്റാക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് വഴി എന്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, ഇമ്മ്യൂണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ആ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ്. കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു വാക്കാണ്. ബയോളജിയൊക്കെ കുറച്ച് ഹയർ ലെവലിൽ പഠിച്ച ആളുകൾ മാത്രമേ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവുള്ളൂ. നമുക്കൊരു എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം കോശങ്ങളെ നമ്മളുടെ ഇമ്മ്യൂണൽ സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്നത് തടയുക. ഇതാണ് സിംപ്ലി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നത് തടയുന്ന റെഗുലേറ്ററി T സെൽസ്. പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ് പോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു വാക്കാണ് ഈ റെഗുലേറ്ററി T സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ വർക്ക് എന്ന് പറയുന്നത്? നമ്മുടെ പ്രതിരോധ കോശങ്ങൾ സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നത് തടയുക. നമ്മളുടെ സ്വന്തം പ്രതിരോധ കോശങ്ങൾ, നമ്മുടെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ സ്വന്തം കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് തടയുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്, റെഗുലേറ്ററി T സെൽസ് അഥവാ പ്രതിരോധ സംവിധാനത്തിന്റെ കാവൽക്കാരെ ഈ പുരസ്കാര ജേതാക്കൾ കണ്ടെത്തി. അപ്പോൾ ഇവർ 3 പേരും ആരൊക്കെയായിരുന്നു? പേര് നമുക്കൊന്നും കൂടെ നോക്കാം. മേരി ഇ ബ്രുൻകോവ്, ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൺ സഖാകുച്ചി. ഈ 3 പേരും എന്ത് ചെയ്തു, ഈ റെഗുലേറ്ററി T സെൽസിനെ കണ്ടെത്തി. അതുപോലെ തന്നെ ഈ മേരി ബ്രാങ്കോ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അവരും ഫ്രെഡ് റാംസ്ഡെല്ലും കൂടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം കൂടെ നടത്തിയിട്ടുണ്ട്. അതിലെ 2 പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പ്രത്യേകം ഓർത്തു വെക്കണം. അവർ ഒരു പ്രത്യേക തരം എലികളിൽ നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പുരസ്കാരം നേടാൻ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു, എലികൾക്ക് സ്വയം പ്രതിരോധ രോഗങ്ങൾ വരാനുള്ള കൃത്യമായ കാരണം എന്ത് ചെയ്തു, അവർ വിശദീകരിച്ചു. നമുക്കറിയാം, ഈ വൈദ്യശാസ്ത്ര മേഖലയിലത്തേക്ക് പല കണ്ടുപിടുത്തങ്ങളും ആദ്യം മനുഷ്യരിലല്ല നടത്താറുള്ളത്, എലികൾ പോലത്തെ ജീവികളിലാണ് എന്ത് ചെയ്യാറുള്ളത്, നടത്താറുള്ളത്. അപ്പോൾ ഇവർ 2 പേരും എന്ത് ചെയ്തു, എലികളിൽ അങ്ങനെ ഒരു പരീക്ഷണം നടത്തി. ഇതിനെക്കുറിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ, അതായത് നമ്മളുടെ സ്വന്തം പ്രതിരോധം സംവിധാനം കാരണം നമുക്ക് വരുന്ന അസുഖങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്തത്, ഇവർ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്. ഈ എലികളിലെ FOXP3 എന്ന് പേരിട്ട ഒരു ജീന്, ആ ഒരു ജീനിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2-3 പേരുകൾ നിങ്ങളിവിടെ ഓർത്ത് വെക്കണം. ഒന്ന് ഈ പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ് ആ ഒരു പേര് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ഒരു പേര് എന്ന് പറയുന്നത് റെഗുലേറ്ററി T സെൽസ് എന്നുള്ള പേര് ഓർത്ത് വെക്കുക. റെഗുലേറ്ററി T സെൽസ് എന്നുള്ളൊരു പേര് ഓർത്ത് വെക്കുക. അടുത്തൊരു പേര് എന്ന് പറയുന്നത് FOXP3. അതൊരു ജീനാണ്. എന്തായിരുന്നു ആ ജീനിൻ്റെ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ജീനിൽ ഉണ്ടായിട്ടുള്ള ഒരു
പ്രോബ്ലം കാരണം, അതിലത്തെ ഒരു തകരാറ് കാരണമാണ് ഇവർ പഠനം നടത്തിയ ആ എലികൾക്ക് എന്ത് വന്നത്, ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നത്. അപ്പോൾ ഈ FOXP3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീനാണ്. FOXP3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീനാണ്. ഈ എലികളിലെ FOXP3 എന്നവർ പേരിട്ട ജീനിനുണ്ടായ ജനിതക വ്യതിയാനമാണ്, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്നുള്ള വാക്ക് നമുക്കറിയാം, ഇതിന് കാരണം എന്ന് അവർ കണ്ടെത്തി. മനുഷ്യരിലെ ഈ ജീനിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഐപെക്സ് എന്ന ഗുരുതര സ്വയം പ്രതിരോധ രോഗത്തിന് കാരണമാകുന്നുവെന്നും അവർ തെളിയിച്ചു. അപ്പോൾ ഇത് ആ നൊബേലിൻ്റെ സൈറ്റിൽ നിന്നും എടുത്തിട്ടുള്ള സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കണം. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ് എന്നുള്ള പറഞ്ഞിട്ടുള്ള ആ ഒരു സംവിധാനം കണ്ടെത്തിയതിനാണ് ഇവർക്ക് 3 പേർക്കും എന്ത് ചെയ്തിട്ടുള്ളത്, നൊബേൽ ലഭിച്ചത്. പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. അവർ നടത്തിയ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഈ ഒരു എലികളിലത്തെ FOXP3 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജീനിൽ ഉണ്ടായ തകരാറ് കാരണമാണ് അവയ്ക്ക് എന്ത് വന്നത്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നത്. ഇതേ ജീൻ ആർക്കും ഉണ്ട്, നമ്മൾ മനുഷ്യർക്കും ഉണ്ട്. നമ്മൾ മനുഷ്യർക്ക് ഈ ജീനിൽ വരുന്ന തകരാറ് കാരണം ഉണ്ടാവുന്ന അസുഖമാണ് എന്ത് എന്ന് പറയുന്നത്, ഐപെക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസിലും അതുപോലെ തന്നെ മെയിൻസിനൊക്കെ സയൻസ് ആയിട്ടൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഹ്യൂമൻ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ധാരാളം കറണ്ട് അഫെയർ ലിങ്ക്ഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ CRISPR എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മേഖല എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിരുന്നു. അതൊക്കെ കുറച്ച് ഹൈലി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു മേഖലയായിരുന്നു. അതുപോലെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ ഐപെക്സ് എന്നൊക്കെ പറയുന്നത്. ഐപെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, മനുഷ്യർക്ക് വരുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതിന് കാരണം FOXP3 എന്ന് പറയുന്ന ഈ ജീനിലെ തകരാറാണ് എന്നും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ മെഡിക്കലത്തെ നൊബേലിൻ്റെ പ്രാധാന്യം, കണ്ടുപിടുത്തങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ക്യാൻസർ ചികിത്സയാണ്. നമുക്കറിയാം ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിൽ വരുന്ന അമിതമായിട്ടുള്ള കോശവളർച്ചയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിംപ്ലി സ്പീക്കിംഗ് ക്യാൻസർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്യൂമറുകൾക്ക് ചുറ്റുമുള്ള റെഗുലേറ്ററി T സെല്ലുകളെ ലക്ഷ്യമിടുന്നതിലൂടെ ക്യാൻസർ കോശങ്ങൾക്കെതിരെയുള്ള ശരീരത്തിൻ്റെ പ്രതിരോധ ആക്രമണം കൂടുതൽ ഫലപ്രദമാക്കാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ ഈ ഒരു കണ്ടുപിടുത്തം വഴി നമ്മളുടെ ഈ ടി റെഗുലേറ്ററി സെല്ലുകളെ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസറിനെതിരെ നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്വയം പ്രതിരോധ രോഗങ്ങൾ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. റെഗുലേറ്ററി T സെല്ലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രതിരോധ സംവിധാനം സ്വന്തം ശരീരത്തെ തന്നെ ആക്രമിക്കുന്നത് തടയാൻ കഴിഞ്ഞേക്കും. അത് ഭയങ്കര ഒരു പ്രശ്നമാണ് അല്ലേ, കാരണം നമ്മുടെ ശരീരം തന്നെ നമ്മളെ എന്ത് ചെയ്യാണ്, അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പുറമേ നിന്നുള്ള ഒരു പ്രശ്നത്തിനേക്കാളും കൂടുതൽ പ്രോബ്ലം ആവുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവയവമാറ്റ ശസ്ത്രക്രിയയെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഹൃദയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി വയ്ക്കുന്നുണ്ട്. ഹൃദയം, അതുപോലെ തന്നെ വൃക്ക, കരൾ പോലത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച് വേറൊരാളുടെ ഒരു അവയവം എടുത്ത് വയ്ക്കുമ്പോൾ അതെന്താണ്, അതൊരു ഫോറിൻ ബോഡിയാണ് അല്ലേ, പുറത്തുനിന്ന് വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ശരീരം ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ പ്രതിരോധ സംവിധാനം ആ ഒരു ഓർഗനെ അറ്റാക്ക് ചെയ്യും. അത് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അത് തടയാനായിട്ട് സാധിക്കും. T സെല്ലുകളെ മികച്ച രീതിയിൽ നിയന്ത്രിക്കുന്നത് വഴി ശരീരം പുതിയ അവയവങ്ങളെ തിരസ്കരിക്കുന്നത് ഓർഗൻ റിജക്ഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഓർഗൻ റിജക്ഷൻ വരുന്നതുകൊണ്ടാണ് പലരും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് ശേഷവും ആ ഒരു രോഗാവസ്ഥയിൽ നിന്നും ഉണ്ടാവാത്തത്, മുക്തമായിട്ട് വരാത്തത്. അപ്പോൾ ഈ ഒരു ഓർഗൻ റിജക്ഷൻ കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് ശേഷവും ആ ട്രാൻസ്പ്ലാന്റ് ചെയ്ത രോഗിക്ക് ആരോഗ്യകരമായിട്ടൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് അപ്ലിക്കേഷനുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ 3 ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ആ കീവേഡ്സ് നിങ്ങൾ ഓർത്തു വെക്കണം. അവരുടെ പേര് ഓർത്ത് വയ്ക്കണം. എന്തായിരുന്നു കീവേഡ്? പെരിഫറൽ ഇമ്മ്യൂണൽ ടോളറൻസ്, അതുപോലെ തന്നെ റെഗുലേറ്ററി T സെൽസ്. റെഗുലേറ്ററി T സെൽസിന്റെ വർക്ക് എന്തായിരുന്നു? നമ്മുടെ പ്രതിരോധ കോശങ്ങൾ സ്വന്തം ശരീരത്തിനെ ആക്രമിക്കുന്ന തടയുക എന്നുള്ളതാണ് ആരുടെ ജോലി? റെഗുലേറ്ററി T സെൽസ്. അതുപോലെ ഈ ജീനിന്റെ പേര് FOXP3 എന്ന് പറയുന്നത്. ആ FOXP3 ഉള്ള ഡിഫക്റ്റ് കാരണം മനുഷ്യർക്ക് വരുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്, ഐപെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നൊബേൽ ഫിസിയോളജിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മെഡിസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പറയാനായിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്യുക. കാരണം ഇനി അടുത്തൊരു നൊബേൽ പ്രഖ്യാപിക്കുന്നത് വരെ ഇനിയുള്ള പരീക്ഷകളിൽ ഇപ്പോൾ നമുക്കറിയാം ബിരുദതലം അതുപോലെ തന്നെ 10th ലെവൽ എക്സാംസ് ഒക്കെ വരാൻ പോവുകയാണ്. അതിലെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നൊബേൽ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ മാർക്ക് വാങ്ങിച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.